السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ മഹാസമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ ബഷീർ സാഹിബ്, വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങുന്ന പൂനൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇത്ര വിപുലമായ ഒരു മൈതാനത്ത് ഇത്രയേറെ ആളുകൾ വന്നു ചേർന്നിട്ടുള്ളത് വളരെ ബോധത്തോടെയാണ്. കാട് പിടിച്ചു കിടന്ന ഒരു മൈതാനമായിരുന്നു ഈ ഗ്രൗണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ഥലം ഏറെക്കുറെ ഈ സ്റ്റേജ് നിൽക്കുന്ന ഭാഗമൊക്കെ ഒരു 2 ആൾക്ക് ഉയരത്തിൽ കാടുണ്ടായിരുന്ന സ്ഥലമാണ് 5 ദിവസങ്ങൾക്ക് മുമ്പ്. ഇവിടെ വെട്ടിത്തെളിച്ച് ഈ ആളുകളൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിൽ ഈ പന്തലൊരുങ്ങിയതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇഹലോക ജീവിതത്തിന്റെ സൗഭാഗ്യപൂർണമായ ആഡംബരപൂർണമായ ജീവിതത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ നാളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല, രാഷ്ട്രീയമായ മേൽക്കോയ്മകൾ നേടുന്നതിന് വേണ്ടിയല്ല, ആളുകളെ അപഹസിക്കുവാനും പരിഹസിക്കുവാനും കുത്തുവാക്കുകളെ കൊണ്ട് നോവിക്കാനുമല്ല. ഒരിക്കലും വേദനിക്കരുത്, നിതാന്തമായി തുടങ്ങുന്ന ജീവിതത്തിൽ എന്ന സ്നേഹനിർഭരമായ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ സമ്മേളനം ഇവിടെ അരങ്ങേറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പൂനൂറിന്റെ അങ്ങാടിയുടെ പരിസരങ്ങളിലെല്ലാം ഉച്ചഭാഷണിയുടെ സൗകര്യത്തോടെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ മഹാത്ഭുതം എന്ന വിഷയത്തിലാണ് സമയബന്ധിതമായ ഒരു പ്രസംഗത്തെ ഞാൻ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പരമകാരുണികനായ പടച്ചവന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരപേക്ഷ മാത്രമാണ് ഈ പൂനൂരിലേക്ക് ഒഴുകി വന്നിരിക്കുന്ന ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീരുമാനങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 54-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ദീനിനെ ഏറ്റെടുക്കുകയും അത് മാനവരാശിക്ക് പകർന്നു കൊടുക്കുക എന്ന ചൈതന്യവത്തായ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രത്തിൽ നിന്ന് അനവരതം തുടരുന്ന മഹാപ്രവാഹമായി തീരേണ്ട ദാവത്തിന്റെ പാതയിൽ നിന്ന് നിങ്ങൾ ഛിന്ന ഭിന്നമായി പോയാൽ, നിഷ്ക്രിയത്വവും പതനവും നിങ്ങളെ പിടികൂടിയാൽ അല്ലാഹു നിങ്ങളെ കാത്തു നിൽക്കുകയില്ല. അല്ലാഹു പകരം ഒരു ജനപദത്തെ കൊണ്ടുവരും. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ജനപദം. വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകന്മാരുടെ ആക്ഷേപത്തെ ഭയപ്പെടാത്ത ഒരു ജനപദം. അവരാണ് അല്ലാഹുവിന്റെ കക്ഷികൾ, അവരാണ് വിജയിക്കുക എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഗ്രാമത്തിന്റെ പ്രസിഡന്റ് അല്ല, രാഷ്ട്രത്തലവന്മാരല്ല, പട്ടാളച്ചിട്ടക്ക് ജീവിച്ച കമാൻഡറുടെ വാക്കുകളല്ല ഇത്.
സപ്താകാശങ്ങളെയും സപ്തഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ മാനവ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു, മനുഷ്യരെ, ഒരു കാലഘട്ടത്തിൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നവർ, ഒരു കാലഘട്ടത്തിൽ മുൻനിരക്കാരായവർ, ഒരു കാലഘട്ടത്തിൽ തോളോട് തോള് ചേർന്നവർ, ഒരു കാലഘട്ടത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുനിയാനും മർസൂസ്. ഇഷ്ടികയുടെ മേലെ ഒരു ഇഷ്ടിക വെച്ച പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവരെ അല്ല ഇഷ്ടപ്പെടുന്നു എന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ള പറഞ്ഞത്, ഏ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്നാൽ തോൽപ്പിക്കാനാവില്ല ലോകത്തിന് നിങ്ങളെ. തറത്തുഫീക്കും അംറൈനിലും തളില്ലു മാ തമസ്സക്കും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്, മറ്റൊന്ന് പ്രവാചകന്റെ വചനാമൃതങ്ങളാണ്. ലോക സംസ്കാരങ്ങൾക്ക് സമ്പന്നമായ ഒരു ആശയത്തിന്റെ തലങ്ങൾ പകർന്നുകൊടുത്ത് സംസ്കാരത്തിന്റെ ഭൂചണ്ഡഗിരിയിൽ നിന്നൊരു ജനപദത്തെ സംസ്കാര സമ്പന്നതയുടെ ഉന്നത സോപാനങ്ങളിലെ കൈപിടിച്ചു ഉയർത്തി കാൽനൂറ്റാണ്ടിന്റെ ജീവിതം കൊണ്ട് മാനവ സമൂഹത്തിന് ധർമ്മബോധത്തിന്റെ പടകാഹളം മുഴക്കിയ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങളുടെ മാനദണ്ഡം. അത് ഉൾക്കൊണ്ട് ഞാൻ തിരുത്തിയ, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത, എന്റെ ശിഷ്യത്വം സ്വീകരിച്ച, എന്നെ ഗുരുനാഥനായി അംഗീകരിച്ച സ്വഹാബ കിറാം അവർ ജീവിച്ച പോലെ ഞാൻ പറഞ്ഞു വന്നത്, നല്ല ശ്രദ്ധയോടുകൂടി നിങ്ങൾ എല്ലാ പ്രസംഗങ്ങളെയും നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ വീണ്ടും പറയാം. ഖുർആൻ എങ്ങനെയാണ് ഒരു മഹാത്ഭുത ഗ്രന്ഥമാകുന്നത്? അതാണല്ലോ സമയബന്ധിതമായി ഞാൻ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട് കേരളം, ഇന്ത്യ, ലോകരാജ്യങ്ങളിൽ ദാർശനികമായ ഒരുപാട് തലങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഹൈന്ദവ സഹോദരങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത്. അവർ ശബരിമലയിലേക്ക് ഭക്തി നിർഭരമായി യാത്ര നടത്തുന്ന ഒരു ഘട്ടമാണ്. വേദപാരായണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യ രാജ്യം സമ്പന്നമാണ് വേദങ്ങളെ കൊണ്ട്. EMS നമ്പൂതിരിപ്പാടിന് വേദങ്ങളുടെ നാട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. EMS നമ്പൂതിരിപ്പാട് പറയാണ്, എനിക്ക് 6 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ എന്നെ ചതുർവേദം പഠിപ്പിച്ചു. ഞാനത് പഠിച്ചു. 6-ാം വയസ്സിൽ ചതുർവേദം പഠിച്ചിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഇന്ന് 60 വയസ്സ് കഴിയുന്ന മാധവനും സുരേന്ദ്രനും 4 ചതുർവേദങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോലും സൗഭാഗ്യമില്ലാത്ത ലോകത്താണ്, തുരുത്തുകളിലാണ് ആധുനിക നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ലോകത്തെ എല്ലാ മതങ്ങളുടെയും മതസമൂഹങ്ങളുടെയും ഒരു വലിയ പ്രശ്നം, അവർ വിശ്വസിക്കുന്ന മതത്തിന്റെ വേദഗ്രന്ഥം, പ്രമാണങ്ങൾ അവർ പഠിക്കാൻ സന്നദ്ധരായില്ല എന്നാണ്. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, പല ആളുകളും ഈ സദസ്സിലേക്ക് വരുന്നത് ചില സുഹൃത്തുക്കളുടെ സമ്മർദ്ദം കൊണ്ടാണ്, ചിലരോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. അവരുടെ മനസ്സിൽ സ്വയം തോന്നി ഈ സദസ്സിലേക്ക് വന്നവർ ഒരുപാട് ആളുണ്ടാവും. എന്നാൽ ചിലരൊന്നും അങ്ങനെയല്ല. കല്യാണ സദസ്സുകളിൽ 3 ദിവസം രാവും പകലും മറന്ന് കയറിച്ചെന്ന് ഉല്ലസിക്കുന്നവരും ആനന്ദിക്കുന്നവരും സംഗീതത്തിൽ ഏർപ്പെടുന്നവരും ഈ ഇരിക്കുന്ന മുസ്ലിങ്ങളിലുണ്ട്. ഊട്ടിയിലും കൊടൈക്കനാലിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മഹാത്ഭുതങ്ങൾ ദർശിച്ചുകൊണ്ട് 7 മഹാത്ഭുതങ്ങൾ കാണുവാൻ യാത്ര തിരിച്ചവർ ഈ സദസ്സിലുണ്ടാവാം. അവനവന്റെ വീട്ടിൽ ഷെൽഫുകളിൽ കെട്ടിപ്പൂട്ടി വെച്ച വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം കാണണോ നിങ്ങൾക്ക്? എങ്കിൽ വരിക നിങ്ങൾ എന്റെ കൂടെ. ഈ പ്രസംഗത്തിന്റെ കൂടെ ഒരു ജനതയുണ്ടായിരുന്നു കേട്ടോ ലോകത്ത്, അറബ് ജനത. ഡാർക്ക് ഏജിൽ, അന്ധകാര നിബിഡമായ ജീവിതത്തിൽ ഊശ്വര ഹൃദയം പേറി ഊശ്വര ഭൂമിയിൽ ജീവിച്ച ജനപദം, പെൺകുട്ടി ജീവനോടെ ജനിച്ചു വീണ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ ഒരു ജനപദം, 10 പുരുഷനെ ഒരേ സമയത്ത് സ്വീകരിച്ച് ഗർഭം ധരിച്ച് ജനിച്ച കുഞ്ഞിന്റെ മുഖം നോക്കി പിതാവിനെ നിർണയിച്ചു പോയ ഒരു ജനപദം, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽധാരകളും
സൂര്യചന്ദ്രന്മാരെ ആരാധിച്ചിരുന്ന ഒരു ജനപദം, സൃഷ്ടിച്ച പരമകാരുണികനായ നാഥനെ അറിയാതെ പോയ ഒരു ജനപദം, തന്റെ കൈവിരലുകളെ ശരിപ്പെടുത്തിയ നാഥനെ അറിയാത്ത ഒരു ജനപദം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന എന്ന് പറഞ്ഞ വിരൽക്കൊടികൾ പോലും വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ അറിയാത്ത ഒരു ജനപദമുണ്ടായിരുന്നു ആ നാട്ടിൽ. അറബ് ജനതയെ നിങ്ങൾ അറിയണം. ഭാര്യമാരോടുള്ള ബന്ധത്തിന്റെ മേന്മ അറിയാത്ത, മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയാത്ത, സാമ്പത്തിക രംഗം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത, മനുഷ്യരോടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്നറിയാത്ത, മതദർശനങ്ങളിലെ പ്രാചീന മൂല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാത്ത, പൂർവികന്മാരുടെ പാത കൃത്യമായ എന്ത് എന്ന് വിലയിരുത്താത്ത അന്ധമായ അനുകരണമുള്ള ഒരു ജനപദം എന്റെ പ്രിയപ്പെട്ടവരെ അറേബ്യയിൽ ജീവിച്ചിരുന്നു. ഗിബ്ബൺ എന്ന് പറയുന്ന ലോകം കണ്ടൊരു വലിയ എഴുത്തുകാരനുണ്ടായി, ഗിബ്ബൺ. അദ്ദേഹം പറയാണ്, യൂറോപ്പിലെ ബർബറുകളുടെ കുത്തഴിഞ്ഞ നെറികെട്ട കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനി ജനിക്കുന്നത് എന്നാ പറഞ്ഞത്. വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ഗോർഡൻ ചൈൽഡിന്റെ ഗ്രന്ഥമാണ്. ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ ആർണോൾഡ് ടോയംബിയുടെ ഗ്രന്ഥമാണ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഗ്രന്ഥമാണ്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥമാണ്. അതേ വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രത്തെ കുറിച്ചുള്ള വിശ്വചരിത്ര അവലോകനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്താളുകളിൽ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാം ബൈഹഖിയുടെ മുസ്തദറക്കിൽ ഈ രാജ്യം ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ അറേബ്യയിലെ മുഹമ്മദ് നബിക്ക് ഇഞ്ചി കൊണ്ട് കൊടുത്ത ചരിത്രത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഇന്ത്യ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുന്ന കാലത്തിന്റെ ഒക്കെ എത്രയോ മുമ്പ്, കോളനിവൽക്കരണത്തിന് വിധേയമാകുന്നതിന് മുമ്പ് AD 50കളിൽ ഇന്ത്യ രാജ്യത്തേക്ക് ഇസ്ലാം സമാഗതമായപ്പോ കടന്നു വന്നപ്പോ ഈ രാജ്യവും അറേബ്യയുമായി ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പരിശുദ്ധ കാബാലയത്തിന്റെ കോണിപ്പടികൾ നിർമ്മിക്കാൻ ഇന്ത്യയിൽ നിന്ന് മരങ്ങൾ കൊണ്ടുപോയിരുന്നു. കാബത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റിയയക്കപ്പെട്ട മരങ്ങൾ ഉണ്ടായിരുന്നു. ഈ രാജ്യം എന്ന് പറയുന്നത് വിശ്വോത്തര മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച ആർഷഭാരതത്തിന്റെ മണ്ണിൽ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോകമതമാ സമ്മേളനത്തിന് പങ്കെടുത്തു പറഞ്ഞ വാചകങ്ങൾ, ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ച രാജ്യത്തിന്റെ മണ്ണിൽ അദ്ദേഹം പറഞ്ഞ വാചകം തന്നെ, എന്റെ ഈ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ വിശ്വസാഹോദര്യത്തിന്റെ മഹിതമായ സന്ദേശമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് ഇസ്ലാമിന്റെ സുന്ദരമായ ചില ആശയങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ജാതീയത്തെ കുറിച്ച്, മനുഷ്യ തമ്മിലുള്ള സംഘടനകളെ കുറിച്ച്, തൊലി നിറത്തിന്റെ കറുപ്പും വെളുപ്പിന്റെ പേരിൽ മനുഷ്യരുണ്ടാക്കിയ സംഘടനകളെ കുറിച്ചെല്ലാം ഒന്നിച്ച് ചിന്തിച്ച ഒരു രാജ്യത്തിന്റെ മണ്ണിൽ ഞാനിവിടെ വേദഗ്രന്ഥത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച്, അതിന്റെ മാസ്മരികതയെ കുറിച്ച്, അത് സൃഷ്ടിച്ച പരിവർത്തനത്തെ കുറിച്ച്, അത് സൃഷ്ടിച്ച ചിന്താബന്ധുരമായ ഒരു ലോകത്തെ കുറിച്ച് പറയുമ്പോ ഖുർആൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് എന്നാണ്. ആവർത്തിച്ചു വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം മാനവരാശിക്ക് അവതരിപ്പിച്ചത് എന്തിനാണ്? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ യാ അയ്യുഹൻ-നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്-സുദൂർ യാ അയ്യുഹൻ-നാസ് ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബികും ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. 14-ാം അധ്യായം 1-ാമത്തെ വചനം, 14-ാം അധ്യായം 1-ാമത്തെ വചനം, 2-ാം അധ്യായം 183-ാമത്തെ വചനം, അതുപോലെ 7-ാം അധ്യായം 206-ാമത്തെ വചനം, 10-ാം അധ്യായം 57-ാമത്തെ വചനം. എന്താ പറഞ്ഞത് മുസ്ലിമീങ്ങളെ? എന്താ പറഞ്ഞത്? പങ്കജുദാസിന്റെ ഗസലും യേശുദാസിന്റെ ഗാനവും ഉഷാ ഉതുപ്പിന്റെ വരികളും നെഞ്ചിലേറ്റി ചുണ്ടിലേറ്റി തത്തിക്കളിക്കുന്ന യുവാക്കളെ, അള്ളാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞത്, ഈ ഗ്രന്ഥം മാനവ സമൂഹത്തെ, അന്നാസ്, മാസ് പീപ്പിൾ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഉൾക്കൊള്ളുന്ന മനുഷ്യരെ
ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസത്തിന്റെ ശീതളഛായയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം, സൃഷ്ടിപൂജയിൽ നിന്ന് സിട്ടാവിനെ ആരാധിക്കുന്നതിലേക്ക്, സിട്ടിയുടെ മുമ്പിൽ കൈകൂപ്പുന്നതിൽ നിന്ന് സിട്ടാവിന്റെ മുമ്പിൽ നെറ്റിത്തടം വെക്കുന്നിടത്തേക്ക് മാനവരാശിയെ നയിച്ചു. അന്യന്റെ സ്വത്ത് അപഹരിക്കുന്നതിൽ നിന്ന് അവനവൻ സമ്പാദിച്ച് ജീവിക്കുന്നതിലേക്ക് തിരിച്ചു വിളിച്ച ഒരു ദർശനം. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ الرിബ വലാ തഖറബു الസിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും തുടങ്ങി ദൈവവിശ്വാസത്തിന്റെ, സംസ്കാരത്തിന്റെ, കച്ചവടത്തിന്റെ, സാമൂഹ്യ ബോധത്തിന്റെ, കൗടംബിക ഭാവങ്ങളുടെ, മാതൃപിതൃ ബന്ധങ്ങളുടെ, അനന്തരസ്വത്തിന്റെ, ഇതര മതവിഭാഗങ്ങളുള്ള ബന്ധത്തിന്റെ, ലോകത്തോട്, ലോക സമൂഹത്തോട് എങ്ങനെ ദേവത്വം നിർവഹിക്കണമെന്ന സുന്ദരമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ രീതിശാസ്ത്രത്തിന്റെ, രാഷ്ട്രീയ വിപ്ലവത്തിന്റെ, ലോകത്തെ മനുഷ്യന്റെ പരിവർത്തനത്തിന്റെ, കച്ചവടത്തിന്റെ നേരുംനെറിയുടെ, യുദ്ധരംഗത്തെ നേരുംനെറിയുടെ, ചിന്തകളുടെ, അങ്ങനെ തുടങ്ങി ആയിരം സബ്ജക്റ്റുകളിലേക്ക് മാനവതയുടെ ശ്രദ്ധ ക്ഷണിച്ച ഒരു ദൈവീക ഗ്രന്ഥം. ആർണോൾഡ് ടോയംബി സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, മദ്യപാനത്തിൽ ലോകം മുങ്ങിക്കുളിച്ചൊരു കാലഘട്ടത്തിൽ ഞാൻ മരിച്ചാൽ, ശ്രദ്ധിക്കണേ, ഞാൻ മരിച്ചാൽ എന്റെ ശരീരം മുന്തിരിവള്ളിയുടെ ചുവട്ട് കൊണ്ടുപോയൊന്ന് കുഴിച്ചിട്, എന്റെ എല്ലുകൾക്ക് അതിലെ ആ മദ്യത്തിന്റെ ചെറിയ കണങ്ങൾ എന്റെ എല്ലുകൾക്ക് നുകരാമല്ലോ എന്ന് ചിന്തിച്ച അറബികളെ. ഒന്നുകൂടെ ഞാൻ ചോദിച്ചോട്ടെ എല്ലാവരോടും, ഈ കേരളത്തിലെ തിരുവനന്തപുരം ജില്ല തെരഞ്ഞെടുക്കും ഒരു നേതാവ്. തിരുവനന്തപുരം ജില്ല ഈ 2015 ജനുവരി 1-ാം തീയതി അയാൾ ആ നാട്ടിലെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നു. 23 കൊല്ലം കൊണ്ട് ഒരു തുള്ളി മദ്യപിക്കാത്ത 84 പഞ്ചായത്തുള്ള തിരുവനന്തപുരം ജില്ലയെ അയാൾ മാറ്റി. 84 പഞ്ചായത്തുള്ള ആ ജില്ലയെ പലിശ വാങ്ങുന്ന ഒരാളുമില്ലാത്ത ജില്ലയാക്കി മാറ്റി. 84 പഞ്ചായത്തുള്ളുകൊള്ളുന്ന തിരുവനന്തപുരത്തെ വേശ്യാലയമില്ലാത്ത ജില്ലയാക്കി മാറ്റി. 84 പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരത്തെ തമ്മിൽ തല്ലില്ലാത്ത, കൊട്ടേഷൻ പാർട്ടി ഇല്ലാത്ത സ്ഥലമാക്കി. മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, പെത്തടിനും ബ്രൗൺ ഷുഗറും കഴിക്കാത്ത ഒരു ജനസമൂഹത്തെ ആ തിരുവനന്തപുരത്തേക്ക് 2015 ജനുവരി 1-ാം തീയതി കടന്നു വന്ന മനുഷ്യൻ 23 കൊല്ലം കൊണ്ട് മാറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. അറബ് ജനതയെ, 20 ഭൗതിക സാമ്രാജ്യങ്ങളെ, ഗ്രീക്കിനെ, പേർഷ്യയെ, റോമിനെ, ലോക രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ ചിന്താ പ്രസ്ഥാനത്തെ നയിച്ച ഗ്രന്ഥമേതാ? അവിടെ ഒരു പോയിന്റ് നിങ്ങളും ചിന്തിച്ചോ. 40 കൊല്ലം മുഹമ്മദ് നബി മക്കയിൽ ജീവിച്ചല്ലോ, അല്ലേ? മദ്യപിച്ചോ? ഇല്ല. വ്യഭിചരിച്ചോ? ഇല്ല. പലിശ കൊടുത്തോ? ഇല്ല. അല്ലല്ലാത്തോൽ ആരാധിച്ചോ? ഇല്ല. ഒരു പെണ്ണിനെ ഒളിക്കണ്ണിട്ട് നോക്കിയോ? ഇല്ല. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ? ഇല്ല. ഇല്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു നാട്ടുകാരൻ ബിംബാരാധന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് നിർത്തിയോ? ഫുൾ സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല സുഹൃത്തുക്കളെ. മുഹമ്മദ് നബി കള്ളുടിക്കാത്തോണ്ട് എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല, ഒരു മനുഷ്യൻ പറഞ്ഞോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിയാക്കളെ വിളിക്കാത്തോണ്ട് ഞാൻ വിളിക്കൂലാർന്നോ? ഇല്ല. ഇബ്രാഹിം നബിയുടെ ബിംബ കാബത്തിൽ ഉണ്ടായിട്ട് വരെ അന്ന് വിളിക്കാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ആരെങ്കിലും അറിയോ? ഇല്ല സുഹൃത്തുക്കളെ. അവിടെ ഖുർആന്റെ വിപ്ലവം, ഒരു ഗ്രന്ഥം കയ്യിൽ അങ്ങോട്ട് കിട്ടി. കിട്ടിയപ്പോഴോ വിപ്ലവമുണ്ടായി. ഇന്ന് വിശുദ്ധ ഖുർആന്റെ മഗ്‌രിബിനും ഇശാക്കും ഓതിക്കട്ടല്ലോ സൂറത്ത് യാസീനിലെ, അതുപോലെ സൂറത്ത് മുദ്ദസ്സിറിലെ വരികളൊക്കെ ഓതിക്കട്ടല്ലോ. ബൽ തഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്. എന്താ പറഞ്ഞത് ആയിഷ കുട്ടി, ആമിന കുട്ടി? എന്താ പറഞ്ഞത്? എന്താ സുബേദ പറഞ്ഞത്? കണങ്കാലും കൂടിപ്പിണഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്ന ദയനീയമായ നിന്റെ ഭാവം, മാലാകമാർ നിന്നെ പിടിച്ചുകൊണ്ടുപോകുന്ന ഘട്ടം, അതെ, ആ ഘട്ടം നിനക്ക് വരാനുണ്ട്. എന്നാൽ ആദ്യത്തെ വചനം ഏതായിരുന്നു? സൂറത്ത് യാസീൻ 36-ാം അധ്യായം 21-22 വചനങ്ങൾ. ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് വന്ന് ഒരു സാധാരണക്കാരൻ പറഞ്ഞു, ഇവര് പഴച്ചോലല്ല, ഇവിടെ പറഞ്ഞ പോലെ, പൂനൂരിൽ പലരും ഇന്ന് പറഞ്ഞ പോലെ, ഇനി നാളെ ഏറ്റു പറയാൻ പോകുന്ന പോലെ, കൂട്ടരെ ഇത്തബിയോ, നിങ്ങൾ ഇവരെ പിൻപറ്റിക്കോളി, ഇവര് തരക്കേടില്ലാത്ത ടീമാണ്. അതാണ് സൂറത്ത് യാസീൻ 1-ാമത്തെ കേട്ട്. നമ്മക്കെന്ത് യാസീനില്ലേ? കല്യാണപ്പുരയിൽ 8 കേബിൻ വേണമെന്ന് വാശി പിടിക്കല്ലേ നമ്മള് മുസ്ലിങ്ങള്?
കല്യാണപ്പുരയില് ഇന്ന ആളെ കൊണ്ടൊന്ന് പാട്ട് പാടിപ്പിക്കണം, എന്റെ മോളെ തരക്കേടില്ലാത്ത ഡ്രസ്സ് ഇടിച്ച് 4 ആള് കണ്ട ഓള് തരക്കേടില്ല എന്ന് പറയിപ്പിക്കണം. ആ മത്സരത്തിലല്ലേ ഉള്ളത്? അള്ളാന്റെ ഗ്രന്ഥത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചോ. വിശുദ്ധ ഖുർആൻ ലോകത്ത് വന്നിട്ട് 23 കൊല്ലം കൊണ്ടൊരു സമൂഹത്തെ വാർത്തെടുത്തോ. ചരിത്രമാണ്, കഥയല്ല, ഭാവനയല്ല, ഇതിഹാസമല്ല. ആരാ മാറിയത്? ഞാൻ നേരത്തെ പറഞ്ഞ ജനപദം. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി, അവരുടെ ഹൃദയങ്ങൾ വിതുമ്പി, അവരുടെ സംസ്കാരം നന്നായി. ഒന്ന് ചോദിച്ചോട്ടെ, ഋഗ്വേദ, സാമവേദ, അഥർവവേദ വേദാദികൾ രചിക്കപ്പെട്ട കാലഘട്ടത്തിൽ അതിന്റെ ഉള്ളടക്കമുള്ള ഒരു ജനപദം ലോകത്തൊരു ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ ജനങ്ങളെ? ഇല്ല. ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും മത്തായിയുടെ, മാർക്കോസിന്റെ, യോഹന്നാന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ച് ലോകത്ത് ഒരു വത്തിക്കാനിലെങ്കിലും ആ ബൈബിളിന്റെ ഉള്ളടക്കമുള്ള പൂർണ്ണ ഒരു ജനപദമുണ്ടായോ? ഇല്ല സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആൻ ഓരോ വചനങ്ങൾ ഇറങ്ങും തോറും, അതെ, വിശുദ്ധ ഖുർആൻ പറയാൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. വിശുദ്ധ ഖുർആൻ 15-9 വചനമാണ്. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം മാനവരാശിയെ നയിച്ചു. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം. അങ്ങനെ പറയണമെങ്കിൽ അതൊരു മനുഷ്യന്റെ രചനയല്ല. എല്ലാറ്റിനേക്കാളും ബെറ്ററായ ഒന്ന് അലദ്ദീനി കുല്ലിഹി. 9-ാം അധ്യായം 31-32 വചനങ്ങൾ, 61-ാം അധ്യായം 8-9 വചനങ്ങൾ. എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഒരു ദർശനം മുഹമ്മദേ. കവലകളിൽ, നാൽക്കവലകളിൽ, ഉഖാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ കടന്നു ചെല്ല് മുഹമ്മദേ. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. വിപ്ലവമായിരുന്നു. നല്ല ഡ്രസ്സ് ധരിച്ചോ, ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നോ, അത് പറ. മനുഷ്യനൊരു ജീവിത ലക്ഷ്യമുണ്ടെന്ന് പറ. മനുഷ്യന്റെ ജീവിതത്തിന് നാക്കാലികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലക്ഷ്യമുണ്ടെന്ന് പറ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഒരു കുഞ്ഞ് ജനിച്ചു, പെണ്ണാന്നറിഞ്ഞാൽ ഒരു പെണ്ണാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വിവർണമായി പോയി, അവർക്കാകെ ബേജാറായി. ഇന്ന് പെൺകുട്ടി ജനിക്കണല്ല, ജനിക്കണതിന് മുമ്പ് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP കൊന്നുകളയാൻ. ഇപ്പോഴോ ജനിച്ചതിന് ശേഷം ഒരു കൊല്ലലുണ്ട്. അതാണ് മറൈൻ ഡ്രൈവിൽ നടന്നത്. അതിന്റെ ഓശാന പാടിയവർ ചെയ്ത അതാ. പെണ്ണ് ടൈറ്റ് ജീൻസ് ഇട്ടാ കുഴപ്പമില്ല എന്ന് വാദിച്ച ചില ആളുകളില്ലേ? എല്ലാ സമൂഹത്തിലും ജീനിയസ് ആണ് എന്ന അവർക്കും നാട്ടുകാർക്കും തോന്നിയ, എന്നാ അതൊന്നുമില്ലാത്ത കുറച്ചാളുകൾ. ആ ആളുകൾ സുഹൃത്തുക്കളെ എന്തിനാ പെണ്ണിനോട് അങ്ങാടി ചെന്ന് ചുംബിച്ചോ എന്ന് പറഞ്ഞത്? ഞാൻ പറയുന്നു, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെക്കാളും മ്ലേച്ഛന്മാരാണിവർ. കാരണം ജനിച്ചു വളർന്നു, പക്ഷെ പെണ്ണാക്കാൻ സമ്മതിച്ചില്ല. ആണും പെണ്ണും കെട്ടൊരു വർഗാക്കീനെ മാറ്റി ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്തവർ അവരെന്താ ചെയ്തത്? വൈദൽ മഊദത്ത് സുയിലത് ബിഐദും ദംബിൻ ഖുത്ലത്. താത്വികമായ ഒരു കൊലപാതകം. ജീവിച്ചിരിപ്പുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പെണ്ണിന്റെ ദൗത്യം എന്താ? ഉമ്മയാകാൻ, അമ്മയാകാൻ, താരാട്ടുപാടാൻ, ഉജ്ജ്വലമാകാൻ, ഉമ്മയെന്ന മൂർഖമായ സംരംഭത്തിന് നേതൃത്വം നൽകാൻ, ലോകത്തിന്റെ സംസ്കാരത്തിന്റെ മടിത്തട്ടിലാകാൻ, അന്യന്റെ മുമ്പിൽ തലവെച്ചു കൊടുക്കുന്ന, അത് അന്യന്റെ മുമ്പിൽ സൗന്ദര്യം തുറന്നിടുന്ന, വിവാഹത്തിന് മുമ്പെല്ലാം നഷ്ടപ്പെടുത്തുന്ന, ചാരിത്രശുദ്ധി നഷ്ടപ്പെടുത്തുന്ന, പളുങ്ക് പാത്രത്തെ പോലെ ജീവിക്കേണ്ട പെണ്ണുങ്ങളെ അങ്ങാടിയിലേക്ക് വലിച്ചേക്കുന്നവരും ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത മറ്റൊന്നാ ചെയ്യുന്നത്. ജീവിച്ചു, ജനിച്ചു, വളർന്നു, പഠിച്ചു, പക്ഷെ മനുഷ്യനായില്ല, പെണ്ണായില്ല, ഉമ്മയായില്ല, അമ്മയായില്ല, ഭാര്യയായില്ല, മരുമകളായില്ല. സഹോദരാ, ആലോചിക്കാൻ സമയത്തിന്റെ കുറവ് കൊണ്ടാ വേഗത്തിൽ കടന്നു പോകുന്നത്. സഹോദര, എന്നാൽ വിശുദ്ധ ഖുർആൻ പെണ്ണിനെ കുഴിച്ചു മൂടിയ ഒരു ജനതയോട് പറഞ്ഞു, അരുത്. 3 പെൺകുട്ടി ഉണ്ടോ? നിനക്ക് 3 പെൺകുട്ടി ഉണ്ടോ? അല്ല 2 ഉണ്ടോ? നിനക്ക് 3 പെങ്ങളുണ്ടോ? ഹദീസിലുള്ളതാണ്. എങ്കിൽ അവളെ നല്ലോണം പോറ്റിക്കാളാ. പെങ്ങന്മാര് വരുമ്പോ മുഖം ചുളിക്കണ്ട. ആ പെങ്ങക്ക് വേണ്ടി ജീവിച്ചോ, സ്വർഗണ്ട്. ആ പെങ്ങക്ക് വേണ്ടി ജീവിച്ചോ, സ്വർഗണ്ട്. 3 പെൺകുട്ടി ഉണ്ടോ? അവളെ നല്ല നിലക്ക് പോറ്റ്, സ്വർഗം നേട് എന്ന് പറയുന്ന ഇസ്ലാം. അതുകൊണ്ട് പെണ്ണ് ജനിക്കുമ്പോൾ തോറും സന്തോഷം. ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, കേരളത്തിലെ അറിയപ്പെട്ട മിംസ് ഹോസ്പിറ്റലിൽ എനിക്ക് ഏറ്റവും ഞാൻ ഉമ്മയെപ്പോലെ സ്നേഹിക്കുന്ന മുംതാസ് മേഡം ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ്. അവര് പറയാണ്, അവരുടെ ഉമ്മാക്ക് കുറെ മക്കൾ ജനിച്ചു. ഞാനിത് പരസ്യമായി പറയുന്നത് ഒരു മേന്മയായി തന്നെ പറയാൻ, അവർക്ക് വേണ്ടി തന്നെ പറയുന്നു എന്ന് വിചാരിച്ചോളൂ. സഹോദര, ആ സ്ത്രീയുടെ ഉമ്മ
ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും ഉമ്മ പെണ്ണ ബാപ്പ പെണ്ണ എന്ന് പറയത്രേ അവരുടെ അപ്പാനോട്. അൽഹംദുലില്ലാ എന്നയാൾ പറയുമത്രേ. അടുത്ത പിറണ്ടാവും, അതും പെണ്ണാവുമ്പോ പറയും ബാപ്പ പെണ്ണ അൽഹംദുലില്ലാ. മൂന്നാമത്തെ വന്നു അൽഹംദുലില്ലാ. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചു, ഇജ്ജ് എന്താടാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അങ്ങനെ ചെല്ലണ് പെണ്ണാന്ന് കേട്ടിട്ട്? ഉമ്മ മൂന്നാമത്തെ അൽഹംദുലില്ലാ ഇത്ര സ്ട്രോങ് അല്ലേ, സ്വർഗ്ഗം ഉറപ്പായി ഉമ്മ. അതുകൊണ്ടാണ്. ഒരു ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ്, ആ കുടുംബത്തിലാ പറയുന്നത്. അല്ലാതെ 5 റുപ്യക്ക് വകല്ലാതെ ജീവിച്ച് സഹോദര സുഹൃത്തെ, ജീവിതത്തിലെ പാശ്ചാത്യ ശക്തികൾ വിട്ടുതരുന്ന എച്ചിലുകൾ തിന്നാൻ വിധിക്കപ്പെട്ട ഷണ്ടന്മാരല്ല നമ്മൾ. ആ സാലറി നമുക്ക് വേണ്ട. അന്തസ്സുള്ള ഒരു നട്ടലുമായുള്ള ജീവിതം മതം മനുഷ്യന് നൽകി. പെണ്ണിനെ പോറ്റാൻ, ജീവിക്കാൻ അത്ഭുതം സൃഷ്ടിച്ചു ഇസ്ലാം. പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തു, അവളുടെ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിച്ചു. അവളെ വിൽപ്പന ചരക്കാക്കുന്നവരോട് അരുതി എന്ന് പറഞ്ഞു. അതാ ഖുർആന്റെ വിപ്ലവങ്ങളിൽ ഒരു വിപ്ലവമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലോകത്ത് ഖുർആൻ വന്നു. സമ്പത്ത് പലിശ വാങ്ങിയവർ അറിയോ നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പലിശയുടെ മരായിരുന്നു. ഒരുപാട് പലിശ കിട്ടാണ്ടായിരുന്നു. സൂറത്ത് ബഖറ 278 വചനം അവതരിച്ചു. ആ ജനമൈതാനിയിൽ എളാപ്പ എഴുന്നേറ്റെന്ന് ചോദിച്ചു, മോനെ അള്ളാന്റെ റസൂലേ പലിശ നിരോധിച്ചോ? എന്താ കാരണം എന്നറിയോ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ഒരുപാട് പലിശ കിട്ടാണ്ടായിരുന്നു. കൊടുത്ത മൂലധനത്തിന് പലിശയായിട്ട് കിട്ടേണ്ടായിരുന്നു. അത് വിലക്കിക്കൊണ്ട് സൂറത്ത് ബഖറയിലെ 278 വചനം ഇറങ്ങിയപ്പോ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന പലിശയുടെ മരം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു, അല്ല പലിശ ഹറാമാക്കിയോ? റസൂൽ പറഞ്ഞു, ആ പലിശ ഹറാമാക്കി. ആരായി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്? അതും കൂടെ അറിയണം. പൊതുമുതലിൽ നിന്ന് സ്വർണ്ണം എടുക്കട്ടെ എന്ന് ചോദിച്ചൊരിക്കും നബി അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചു എടുത്തോളൂ എന്ന് പറഞ്ഞു. ചാക്കില് സ്വർണ്ണ നാണയം കുത്തിത്തിരികി പുറത്തേക്ക് എടുക്കാൻ നോക്കിയപ്പോ പൊങ്ങിയില്ല. മോനെ ഒന്നുകൂടെ പൊക്കിത്താ എന്ന് പറഞ്ഞു. എടാപ്പാ ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളീന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്നില്ലേ? നാം മാന്തിട്ടാളാ. അങ്ങനെ വീണ്ടും മാന്തി, പൊക്കാൻ കഴിയില്ല. വീണ്ടും എടുക്കാൻ നോക്കി, വീണ്ടും കഴിച്ചിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞു. അവസാനം ആവുന്ന ഇങ്ങനെ പുറത്തേക്ക് ഇട്ടപ്പോ ഒന്ന് കുനിഞ്ഞ്, അത് താങ്ങാനാവാതെ ദുനിയാവിനോട് ഹുബുണ്ടായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മുമ്പിലാണ് പലിശ ഹറാമാക്കിയത്. എഴുന്നേറ്റ് ചോദിച്ചു, മോനെ അല്ലാഹ് ഹറാമാക്കിയോ? എന്നാ എനിക്ക് വേണ്ട മോനെ, നാട്ടുകാരോട് പറ എന്റെ മൂലധനം തരാൻ, എനിക്ക് പലിശ വേണ്ട. ഞാൻ ചോദിക്കുന്നു, ഹൈന്ദവരെ, ക്രൈസ്തവരെ, കമ്മ്യൂണിസ്റ്റുകാരെ, ലോക മതദർശനം പഠിച്ചവരെ, നിങ്ങളുടെ ഏത് നേതാവ് ഓതിക്കൊടുത്ത വചനം കൊണ്ട് ഒരു ജനതയ്ക്ക് ഇങ്ങനെ മാറ്റമുണ്ടായി? സഹോദര, മതം തമാശയല്ല സഹോദര. മതം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ പദ്ധതിയാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. മതം മനുഷ്യന്റെ ചിത്തത്തെ ശുദ്ധീകരിക്കുന്ന ശുഭ്രതയുടെ ലോകത്തേക്ക് നയിക്കുന്ന അതീവ ദർശനത്തിന്റെ മാഹാത്മ്യമാണ് മതം. അമേരിക്കയിൽ 1935 മദ്യം നിരോധിച്ചു. 1938 ആകുമ്പോ മദ്യനിരോധനം എടുത്തു മാറ്റി. 5 ലക്ഷത്തിലധികം ആളുകളെയാണ് പോലീസിന് കൊല്ലേണ്ടി വന്ന്. മദ്യം നിരോധിച്ചപ്പോ ജനങ്ങൾക്ക് അത് കിട്ടാതായി. എത്രയോ ഇരട്ടി, 60,000 കോടി എങ്ങാണ്ടാണ് അവിടെ ചെലവഴിച്ച്. അവസാനം അമേരിക്കക്ക് മനസ്സിലായി ഈ ജനതയ്ക്ക് മദ്യം വിളമ്പാതെ രക്ഷയില്ല. 1938 അമേരിക്ക മദ്യനിരോധനം പിൻവലിച്ചു. കേട്ടോ നിങ്ങൾ, മഹാനായ അബൂത്തുല്ലത്തുൽ അൻസാരി അബ്കാരി കോൺട്രാക്ടറായിരുന്നു. അബൂത്തുല്ലത്തുൽ അൻസാരി അബ്കാരി കോൺട്രാക്ടറായ മദ്യഷാപ്പിൽ തൗഹീദുള്ള, നിസ്കരിക്കുന്ന, സുന്നത്തുള്ള, ഖുർആൻ അറിയുന്ന അനസ് റളിയല്ലാഹു അൻഹു സപ്ലയർ ആയിരുന്നു. മുസ്ലിമേ, അനസ് റളിയല്ലാഹു അൻഹു സപ്ലയർ ആയിരുന്നു. പ്രവാചക തിരുമേനിയുടെ അനുയായി, പ്രവാചക തിരുമേനിയുടെ ഒരനുയായി. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന സൂറത്ത് മാഇദയിലെ 90-ാമത്തെ വചനം. മുസ്ലിമേ, നിന്റെ വീടുകളിൽ കെട്ടിപ്പൂട്ടി വെച്ച നിന്റെ ഗ്രന്ഥമില്ലേ? ആ ഗ്രന്ഥത്തിൽ 5-ാം അധ്യായം 90-ാമത്തെ വചനം അതാ നാട്ടിലൂടെ ഒരാൾ വായിച്ചു, ഓതിക്കൽപ്പിച്ചു. പട്ടാളമില്ല, ചാട്ടവാറുകളില്ല, AK-47 ഗർജനങ്ങളില്ല, ടാങ്കറുകളുടെ ശബ്ദങ്ങളില്ല. ഒരു മനുഷ്യന്റെ വായ കൊണ്ട് മദ്യം ഹറാം എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അബൂത്തുല്ലത്തുൽ അൻസാരി ചോദിച്ചു, അതെന്താ? അനസ് റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിച്ചു, അത് മദ്യം ഹറാമാക്കിയതാണ്. ഇനി പാടില്ല എന്നാ പറയുന്നത്. നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്നാ ചോദ്യം.
എന്നാ ചെത്തു തൊഴിലാളികളെ വിളിക്ക്, യൂണിയൻ ഉണ്ടാക്ക്, സമരെടുക്ക്, സിന്ദാബാദ് വിളിക്ക് എന്നാ ജനത പറഞ്ഞില്ല സുഹൃത്തുക്കളെ. കാലഘട്ടത്തിന്റെ പുരോഗതിയെ തടസ്സം നിൽക്കുന്ന അറുപയഞ്ചൻ സമരമുറകൾ ചില പ്രത്യയ ശാസ്ത്രങ്ങൾക്കുണ്ടാവാം, ഇസ്ലാമിനില്ല സുഹൃത്തുക്കളെ. ആ അബൂ തല്ലത്തിൽ അൻസാരി മൂലയിൽ കിടന്ന കോടാലിയെടുത്ത് മഴുവെടുത്ത് കള്ളിന്റെ ചഷകങ്ങൾ, ഏത് കള്ളിന്റെ ചഷകങ്ങൾ സഹോദര? ഒരു ഒട്ടകം പൂർണ്ണമായി മുങ്ങിപ്പോകാൻ മാത്രം വലുപ്പമുള്ള ഈത്തപ്പനയുടെ അതിന്റെ അടിത്തടിയുണ്ടല്ലോ, ആ തടിയിൽ കള്ള് സൂക്ഷിച്ച അബൂ തല്ലത്തിൽ അൻസാരി കോടാലി വെച്ച് മദ്യത്തിന്റെ ചഷകങ്ങൾ തല്ലി ഉടച്ച് ആ കട പൂട്ടി അവിടെ മദ്യപിച്ചിരുന്നവർ കുടിച്ചോണ്ടിരുന്ന ക്ലാസിനെ പിൻവലിച്ച് വായിലേക്ക് കൈയിട്ട് ഛർദിച്ച് ഡ്രസ്സിൽ എവിടെയെങ്കിലും മദ്യമായിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞ് മദ്യത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം നേടിയ ഒരു ജനപദത്തിന് തുല്യമായ ഒരു സമൂഹത്തെ ലോകരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് ഒരു സംവാദ വേദിയിൽ നിങ്ങൾ തെളിയിച്ചാൽ ഈ പ്രബോധന പാത നിർത്തിവെച്ച് ഈ കൂട്ടായ്മ കൈക്കോട്ട് കളിക്കാൻ പാടത്തു പോകും എന്ന് കുറച്ച് ആവേശത്തോടുകൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. വലില്ലാഹി വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും റസൂലിനും മുഅ്മിനുകൾക്കുമാണ് ഇസ്സത്ത്. ഇസ്ലാം അജയ്യമാണ്. നിങ്ങൾക്കറിയുമോ, ഹോളണ്ടുകാരനായ പ്രഗത്ഭനായ സോമർഡാം 1867 ഞാൻ ഓരോന്ന് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു പോവാൻ അവസാനിപ്പിക്കുന്നത്. സോമർഡാം തേനീച്ചകളെ കുറിച്ച് നടത്തിയൊരു പഠനം, ആ പഠനത്തിൽ പെണ്ണ് തേനീച്ചയാണോ കൂടുണ്ടാക്കുന്നത്, പെൺതേനീച്ചയാണോ? 40 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് 1/2 ലിറ്റർ തേൻ. മുസ്ലിമേ, എത്ര സഹോദര, എത്ര 1/2 ലിറ്റർ തേൻ ഉണ്ടാക്കാനേ നമ്മൾ കെന്നാസ് പിടിച്ചോണ്ട് ശർക്കര ചേർത്ത് നാടൻ തേൻ എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കണ കള്ളത്തരം തേനല്ല. 40 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് തേനീച്ച ശേഖരിക്കുന്ന തേനില്ലേ, ആ തേൻ ശേഖരിക്കുന്നത് ആൺതേനീച്ചയാണോ പെൺതേനീച്ചയാണോ? 1867 വരെ ലോകത്തിന് അറിഞ്ഞുകൂടാ. 14 നൂറ്റാണ്ട് മുമ്പ് الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل لقد من الله على المؤمنين എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ നിരക്ഷരനായ ഓമന മുഹമ്മദീനെ ഒത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചിട്ടുള്ള മനുഷ്യന്മാരെ അബ്ദുള്ളയുടെ നെഞ്ചിന്റെ ചൂടേൽക്കാൻ മുഹമ്മദ് നബിക്ക് സൗഭാഗ്യമുണ്ടായിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായ പ്രവാചകൻ ഓതിത്തന്ന ഖുർആനിലെ 16-ാം അധ്യായം 68-69 വചനം എന്താ അറിയോ? ശാസ്ത്ര വിദ്യാർത്ഥി, നിനക്ക് H2O എന്ന് പഠിക്കുന്ന A²AB+B² പഠിക്കുന്ന സയൻസ് പഠിക്കുന്ന അങ്ങ് മംഗളയാന്റെ മേഖലകൾ പഠിക്കുന്ന ലോകത്തിന്റെ സയൻസ് പഠിക്കുന്ന എന്റെ വിദ്യാർത്ഥി, നിനക്കറിയാമോ സൂറത്ത് നഹ്ലിൽ അല്ലാഹ് തേനീച്ചയെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞതെന്നറിയോ? ഇത്തഖദീ കുലി ഫസ്ലുക്കി. എന്താ ഇതിന്റെ പ്രയോഗം? സ്ത്രീലിംഗമാണ്. പെൺതേനീച്ചയെ നീ കൂടുണ്ടാക്കും. പെൺതേനീച്ചക്ക് നാം ബോധനം നൽകി. ഞാൻ ചോദിക്കുന്നു, മനസ്സ് തട്ടി പൂനൂർ എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭൗതികവാദികളോടും മതമുള്ളവരോടും എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, 14 നൂറ്റാണ്ട് മുമ്പ് 1867 ഹോളണ്ടുകാരനായ സോമർഡാം കണ്ടെത്തിയ ഈ ശാസ്ത്ര സത്യത്തെ 14 നൂറ്റാണ്ട് മുമ്പ് ഒരു ഗ്രന്ഥം പറയാൻ എന്താ പറയുന്ന? ആ ഗ്രന്ഥം പറയുന്നത് പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്, പെൺതേനീച്ചയാണ് തേന ശേഖരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പെൺതേനീച്ചയാണ്. കുലി ഫസ്ലുക്കി, പെണ്ണിനോടാ പറയുന്നത്. ഇതെങ്ങനെ സാധിച്ചു എന്നത് ലോകത്തേറ്റവും ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള എംബ്രിയോളജി കീത്ത് ബോർ ഒക്കെ വിസ്മരിച്ചു നിന്ന എംബ്രിയോളജി. നേരത്തെ ഇവിടെ സൂറത്ത് ഖിയാമയിലെ 36-ാമത്തെ വചനം, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യഖ്നുതു ഫതം മിൻ മനിയ്യിൻ യുംന. ഇത്ര കണി എന്താ പറഞ്ഞതെന്ന് അറിയുന്നത്? തെറിച്ചു വീഴുന്ന 200 കോടി ബീജത്തിലെ ഒരു ബീജമായിരുന്നില്ലേ നീ? ശാസ്ത്ര ലോകമേ, പടച്ചോനില്ല എന്ന് നാവുകൊണ്ട് പറഞ്ഞു. പക്ഷെ റബ്ബിന്റെ കലാമിന്റെ വാക്കെന്താ? എന്താ വാക്ക് മോനെ? എന്താ യുവാവേ വാക്ക്? എന്താ യുവതി വാക്ക്? ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ ഒരു ഗണം. ഒരു കാര്യം മനസ്സിലായിക്കോട്ടെ, പുരുഷന്റെ ഇന്ദ്രിയാണ് തെറിക്കുക.
ഇതിങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ പഠിപ്പിച്ചേ പറ്റും. എന്താ? യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ് ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിൻ മാഇൻ ദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. പണ്ഡിതന്മാർ തഫ്സീറിൽ പറയാണ് യഖ്റുജു, അവൻ പുറപ്പെടുന്നു, അത് പുറപ്പെടുന്നു. രണ്ട് നിലക്ക് അവൻ. അതെന്താ അങ്ങനെ പറയാൻ? അതായത് പുരുഷനിലെ XY ക്രോമസോം കൂടിച്ചേർന്നാൽ, അതിൽ Y ക്രോമസോം XX ഒരു Xനോട് കൂടിയാൽ അതാണ്. XY ക്രോമസോമിലെ X സ്ത്രീയിലെ Xുമായി കൂടി ചേർന്നാൽ പെണ്ണ്. വല്ലാത്തൊരു സംഭവമാണ്. ജൂതൻ വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ല ആണും പെണ്ണും വേർതിരിയുന്നത് എങ്ങനെ? ലോകത്തിന്റെ സയൻസ്. പ്രവാചകൻ പറഞ്ഞു, പെണ്ണിനാണ് പുരുഷ സ്ത്രീ ബന്ധത്തിൽ പെണ്ണിനാണ് ആദ്യം സ്ഖലനമെങ്കിൽ ആ സ്ഖലനത്തിന്റെ മീത പുരുഷന്റെ ഇന്ദ്രിയം വന്നാൽ അത് പെണ്ണായിരിക്കും. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഭാര്യയെ സമ്പൂർണമായി തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു പുരുഷന് ഇന്ദ്രിയ പ്രവാഹം ഉണ്ടാകുന്നെങ്കിൽ അത് പെണ്ണായിരിക്കും. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. സുഹൃത്തുക്കളെ, ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. വിശുദ്ധ ഖുർആൻ പറയാൻ, خلقا من بعد خلق في ظلمات ثلاث ذلكم الله ربكم له الملك لا إله إلا هو. 39-ാം അധ്യായം 6-ാമത്തെ വചനം, 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനം, 85-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വചനം. ഈ വചനത്തിൽ എന്താ പറയണറിയോ? പുരുഷനിൽ നിന്നാണ് ആണും പെണ്ണും നിർണ്ണയിക്കപ്പെടുക. സാധാരണ മരുമകനെ അല്ല, മരുമകളെയാണ് അമ്മായിയമ്മ കുറ്റപ്പെടുത്തുക. 5 പെണ്ണുണ്ടായാൽ 6 പെണ്ണുണ്ടായാൽ എന്താ ചങ്ങായിച്ചേ എന്റെ കഥ? മോനിൽ നിന്നാണ് ആണും പെണ്ണും നിർണ്ണയിക്കപ്പെടുക. പാപ്പമാരെ, ഉമ്മമാരെ, ലോകത്തത് മനസ്സിലാക്കിക്കൊള്ളി. ഇത്ര കൃത്യമായി ആ ഇന്ദ്രിയ തുള്ളി ഒരു മാംസപിണ്ഡമാക്കി ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തു. ആ അസ്ഥിയെ മാംസം കൊണ്ട് വീണ്ടും പൊതിഞ്ഞു, ഒരു നല്ല സിട്ടിയാക്കി. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദ. അതിലുണ്ട് അത്ഭുതം. ഉമ്മാന്റെ ഗർഭപാത്രത്തെ ഒന്നും അറിയാത്തവനായി ഇവിടെ വന്നു. അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യളഹഖൂന സുറൂറ. കരഞ്ഞുകൊണ്ട് നീ ഭൂമുഖത്തേക്ക് വന്നു. അവിടെ ഒരു വലിയ തത്വം പറയാണ് ഖുർആൻ. മോഡേൺ സയൻസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്ടറോട് ചോദിക്കണം, മനുഷ്യനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഡോക്ടറോട് ചോദിക്കണം, ഗർഭപാത്രത്തിൽ ഒരു കുട്ടി 3 മാസമായാൽ കാഴ്ച ഉണ്ടാവുമോ? ഡോക്ടർ പറയില്ല. കേൾവി ഉണ്ടാവുമോ? കേൾവി ഉണ്ടാവും. ഒരു കുഞ്ഞ് ഭാര്യ ഗർഭിണി 3-ാം മാസം ആ കുഞ്ഞ് കേൾക്കും. ഇനി ഞാൻ പെണ്ണുങ്ങളോട് മാത്രമായിട്ട് 2 മിനിറ്റ് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ 3 മാസം പ്രായമായ കുട്ടി നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ ഓനും കേൾക്കുന്നുണ്ട് ആ സിനിമ നടന്റെ വൃത്തികെട്ട ഡയലോഗ് നിങ്ങളെ പള്ളയെ കിടന്നിട്ട് നിങ്ങളെ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. നിങ്ങളെ ഭർത്താവിനോട് തെറി പറഞ്ഞാൽ, ഭർത്താവ് നിങ്ങളോട് തെറി പറഞ്ഞാൽ അതൊക്കെ ആ കുട്ടി കേൾക്കുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. എന്തറിയോ? ഖുർആൻ എന്ന മഹാ അത്ഭുതമേ. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന്റെ മാനസം. എന്താ നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്ത? ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താ വാചകം അറിയുന്നത്? ഖുർആനിൽ എവിടെങ്കിലും കാഴ്ച എന്ന് പറഞ്ഞിട്ടാണോ കേൾവി പറഞ്ഞ്? അല്ല, ആദ്യം കേൾവി പിന്നെ കാഴ്ച. കോൺട്രഡിക്ഷൻ ഇല്ല. ആദ്യം കേൾവി പിന്നെ കാഴ്ച. ഇത്ര സൂക്ഷ്മമായ ഒരു വിജ്ഞാനം എന്റെ പ്രിയപ്പെട്ട സയൻസ് വിദ്യാർത്ഥികളെ എങ്ങനെ കിട്ടി? ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, വിജയിക്കും. ഇങ്ങനെ വളച്ചേട്ടൊന്നുമില്ല. അതിന് ഇങ്ങനെ പിടിക്കാനൊന്നും അറിയില്ല നിങ്ങൾക്ക്. നേർക്ക് നേരെ പച്ചയായ ഒരു ഹൃദയം. തറത്തുക്കും മലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. വ്യക്തമാണ്. അടുത്ത വാചകം നമ്മുടെ ഇവിടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു മഹാപ്രൊഫസർ ഇസ്ലാം സ്വീകരിച്ചത് നരകത്തെ കുറിച്ചുള്ള ഒരു ആയത്ത് കേട്ടിട്ടാ. നരകത്തെക്കുറിച്ചുള്ള 1000 ആയത്ത് കേട്ടിട്ടുണ്ട്. ഇന്ന് വരെ നന്നായിട്ടില്ല. നമ്മൾ ചിന്തിക്കണേ, ഒരൊറ്റ ആയത്ത് ഒരു അമുസ്ലിം പ്രൊഫസറാ കേൾക്കുന്നത്, ഒരു ഹൈന്ദവ പ്രൊഫസറാ കേൾക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു സംഗതി അറിയോ? ഈ ഇന്ത്യ രാജ്യത്ത് ബ്രാഹ്മണനായി ജീവിച്ച് മദീന യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ പ്രൊഫസറായിട്ടുണ്ട്. മനുഷ്യന്മാരെ, ആളുകൾ ഇവിടെ ഹിന്ദുവായി ജനിച്ച് ബ്രാഹ്മണനായി, പിന്നെ ഹദീസ് പണ്ഡിതനായി, ഭാഷയുടെ ഏറ്റവും ഉന്നതമായ വിധാനത്തിലെത്തി മദീന യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും തലപ്പത്തിരുന്ന ഡയറക്ടറായ ചരിത്രം വായിച്ചപ്പോ രോമമുള്ളവരെ രോമാഞ്ചമുണ്ടാവും.
ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ, ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ മുസ്ലിമിന് നിർബന്ധമില്ല എന്ന് തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥമെഴുതിയ പണ്ഡിതനും ആ സമൂഹവും ഉൾക്കൊള്ളുന്ന ഒരു നാട്ടിൽ ഞാനത് പറയുമ്പോ ഒന്നുകൂടെ ഉറക്കെ ചിന്തിക്കണേ സഹോദര. 4-ാം അധ്യായം 56-ാമത്തെ വചനം നരകത്തെ കുറിച്ച് പറയുന്ന ആ നരകത്തിൽ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങളെ തൊലി ഇങ്ങനെ ഉരിച്ചു കളയും. എന്നിട്ട് അല്ലാഹു പറയണ ബദ്ദൽനാഹു ജുലൂദൻ ഗൈറഹാ, പകരമായി വേറെ തൊലി നെരും. എന്തിന്? ലിയദൂഖുൽ ആദാബ്, നിങ്ങൾ ശിക്ഷയെ ആസ്വദിക്കാൻ. ഈ വാചകൻ സയൻസിൽ നമ്മുടെ സ്കിന്നില്ലേ, നമ്മുടെ തൊലി ശരിക്കും ശ്രദ്ധിച്ചോളൂ. തീ പിടിച്ചു, പെട്ടെന്ന് തന്നെ നമ്മൾ ഒരാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. തീ പിടിച്ചപ്പോ പെട്ടെന്ന് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. സുഹൃത്തെ, ഡോക്ടർമാർ ആദ്യം പരിശോധിക്കുന്ന അറിയങ്ങള്, ഒരു സൂചി എടുത്തിട്ട് ആ തീപ്പൊള്ളിയോന്റെ ശരീരത്തിലൊന്ന് കുത്തിവെക്കൂ. കാണുന്നവർ വിചാരിക്കുക ദുഷ്ടൻ, ഡാ എന്റെ വാപ്പാന്റെ മേൽ സൂചി കുത്തിച്ചി എന്ന് ചോദിക്കണ്ട. ഡോക്ടർക്ക് വാപ്പാനുള്ള സ്നേഹം അത്. എന്ത് സൂചിത്തലോ? എന്തേ അത്? വേദനാക്ഷമതയുള്ള കോശങ്ങൾ നശിച്ചിട്ടുണ്ടോ? അതാ പരിശോധന. വേദനാക്ഷമത അനുഭവിക്കണമെങ്കിലേ ആദ്യത്തെ ലെയർ, ആദ്യത്തെ സ്കിൻ ഉണ്ടാവണം. അത് കംപ്ലീറ്റ്. നമ്മൾ സാധാരണ ഒറ്റയടിക്ക് പെട്രോൾ എത്തി മരിച്ചോ ഭയങ്കര വേദന ഉണ്ടാവൂലേ? ഇല്ല കൂട്ടരെ, ഓരോ സ്ഥലത്ത് തീപ്പൊള്ളിയോന്റെ വേദന ഒറ്റടിക്ക് തൊലി പോയോനില്ല. ശരിക്കും ഉൾക്കൊണ്ടോളി. വിജ്ഞാനം എന്ന് പറയുന്നത് അറിവുള്ളവനും അറിവില്ലാത്തവനും സമാവൂല കൂട്ടരെ. ഇല്ല ഇല്ല. 39-ാം അധ്യായം 9-ാമത്തെ വചനം നിങ്ങൾ ഒന്നാലോചിച്ചേ. എന്താ അവിടെ പറഞ്ഞല്ല? ഒരു തൊലി കത്തിയതിനു ശേഷം ആണിനും പെണ്ണിനും വീണ്ടും തൊലി നൽകും. എന്തിന്? ഓന് വേദന ആസ്വദിക്കാൻ. അപ്പൊ തൊലിയിലാണ് വേദന കോശങ്ങളെ സന്നിവേശിപ്പിച്ചെന്ന അധുനാധുന സയൻസ് 14 നൂറ്റാണ്ട് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകന് പറയാൻ കഴിയൂല. അങ്ങനെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഇന്ന് ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുക. ലോകമേ തിരിച്ചറിയണം. ഇനി നിങ്ങൾ ആലോചിച്ചു, സൂര്യൻ സ്വയം പ്രകാശിത ഗോളമാണ്. ചന്ദ്രനോ സൂര്യന്റെ പ്രകാശമേറ്റ് പ്രതിപ്രകാശിക്കുകയാണ്. ഇത് മനസ്സിലാക്കി നൂഹ് നബിയുടെ കാലത്ത് വല്ലാത്തൊരു വാക്കാണത്. സൂര്യൻ വിളക്കും ചന്ദ്രൻ പ്രകാശവുമാണ്. അവിടെയും കോൺട്രഡിക്ഷൻ ഇല്ല ഒരു സ്ഥലത്ത് പോലും. ഖുർആനിലെ 71-ാം അധ്യായം 16-ാമത്തെ വചനം, ഖുർആനിലെ 21-ാം അധ്യായം 30-ാമത്തെ വചനം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയാൻ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഗ്മിനൂൻ, എല്ലാ ജീവവർഗങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. 82% കോശത്തിൽ വെള്ളമാണ്. 12% വെള്ളത്തിന്റെ അംശം കുറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും, ആള് കാലിയായി പോകും. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത ഗ്രന്ഥമായ ഖുർആൻ പറയുന്ന 2-3 പോയിന്റോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. സമയം അതിക്രമിച്ചുവെങ്കിൽ ക്ഷമിക്കണേ. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് പാകപ്പെടുത്തുന്ന ഒരു സദസ്സുതാകണം. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആളുകൾക്ക് ഇത് ഉപകരിച്ചു കൊള്ളട്ടെ എന്ന ആത്മാർത്ഥതയല്ലാതെ സഹോദര വേറൊന്നുമില്ല. ഒരു വാചകം കൂടെ കേട്ടോ. വിശുദ്ധ ഖുർആൻ കടലുകളെ കുറിച്ച് പറയുന്നിടത്ത് മർജൽ ബഹ്റൈനി യൽതഖിയാൻ, പല അധ്യായങ്ങളിലും 55-ാം അധ്യായത്തിൽ അല്ലാഹു പറയും. എന്താ പറയുന്നത്? അവിടെ പറയുന്നത് 2 കടലുകളെ നാം അഴിച്ചുവിട്ടു. മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, 2 സമുദ്രങ്ങളെ അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കിക്കോളി. ഒന്ന്, സഹോദരിമാരെ, നാടൻ മനുഷ്യന്മാരെ, ഇത്താത്തമാരെ, എല്ലാരും ചിന്തിച്ചോളി. ഒരു പാത്രത്തിലെടുത്ത വെള്ളം, ആമിനത്താത്ത ഒരു പാത്രത്തിലെടുത്ത വെള്ളം, ഒരു ഡബറയിലെടുത്ത വെള്ളം, ആ ഡബറയിലെ വെള്ളത്തിൽ പാതി ഉപ്പ് ജലം, പാതി ശുദ്ധജലം. അത്ഭുതപ്പെട്ടു പോകില്ലേ? കുഞ്ഞാമിന ഓടിവാ. ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു നോക്കുമ്പോ ആ ബക്കറ്റിലെ വെള്ളത്തിൽ ഒരു ഭാഗത്ത് ഉപ്പുജലം, ഒരു ഭാഗത്ത് ശുദ്ധജലം. അത്ഭുതം കൂറുമോ? അത്ഭുതമേ ഈ ഗ്രന്ഥം. എങ്കിൽ കേട്ടോളൂ. ബഹ്റൈൻ, മംലക്കത്തുൽ ബഹ്റൈൻ, ബഹ്റൈനിലെ 3.5 കിലോമീറ്റർ അകലെ ഉമ്മു സവാലി എന്ന് പറയുന്ന യൂറോപ്യൻ കടലുണ്ട്. യൂറോപ്യൻ കടൽ, അവിടെ ഉമ്മു സവാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്താ ഉമ്മു സവാലിയുടെ പ്രത്യേകത? ഒരേ കടലാണ്, ഒരേ പാത്രത്തിലെ വെള്ളം, പക്ഷേ പാതിയിൽ ഉപ്പുജലം, പാതിയിൽ ശുദ്ധജലം. സർക്കാർ 1900
88 അവിടെ വലിയ പൈപ്പ് നിക്ഷേപിച്ച് ബഹ്റൈനിലെ ജനങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നു. നാഥ, ഞങ്ങൾക്ക് സംശയമില്ല. നാഥ, ഈ ഗ്രന്ഥം ദൈവീകമാണെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. നാഥ, ഇത് മാനവരാശിയോട് സംവദിച്ച ഗ്രന്ഥമാണെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. മനുഷ്യരെ എന്ന് വിളിച്ച് 21 തവണ ലോകത്തോട് സംസാരിച്ച ഗ്രന്ഥം ഖുർആനാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളാ നിങ്ങൾ. ഏകനായ പടച്ചതമ്പുരാൻ മാത്രമാണ് ആരാധനക്കർഹൻ. ഒരു സ്തൂപവും ഒരു രൂപവും ആരാധിക്കപ്പെട്ടുകൂടാ. ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും റബ്ബുൽ ആലമീനായ ലോകത്തിന്റെ തമ്പുരാനെ, ആകാശഭൂമികളുടെ നാഥനെ ആരാധിക്കാനാണ് ഇസ്ലാം ഒന്നാമതായി പറഞ്ഞത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. അത്ഭുതമാണ് ഈ ഗ്രന്ഥം. മാതാപിതാക്കളോട് ഛേ എന്ന് പറയരുത്, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാനാ. 2-ാം അധ്യായം 83-ാമത്തെ വചനം, 4-ാം അധ്യായം 36-ാമത്തെ വചനം, 6-ാം അധ്യായം 181-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം 8-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം 15-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായം 15-ാമത്തെ വചനം. ഉമ്മയെ ആദരിക്കാൻ, ഉപ്പയെ ആദരിക്കാൻ മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം. ഒരു ഖുർആൻ, ഒരു വേദഗ്രന്ഥം ലോകത്ത് സൃഷ്ടിച്ച വിപ്ലവം കാണാൻ മലപ്പുറത്തേക്ക് മാത്രം നോക്കിയാൽ മതി. വൃദ്ധസദനങ്ങൾ ഏറ്റവും കുറഞ്ഞ ജില്ല, വൃദ്ധസദനങ്ങൾ ഏറ്റവും കുറഞ്ഞ ജില്ല നമ്മുടെ മലപ്പുറമാണ്. അതുപോലെ ആത്മഹത്യകൾ ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറം ജില്ലയാണ്. അതൊരു ഗ്രന്ഥത്തിന്റെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ആത്മഹത്യയുടെ വേരുകൾ എഴുതിയ ശ്രീകുമാർ പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥത്തിന്റെ മാഹാത്മ്യമാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. പരീക്ഷണമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് പരീക്ഷണമുണ്ട്. പക്ഷേ ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദാ, അവർ നിത്യവാസികളായിരിക്കും നരകത്തിൽ. അതുകൊണ്ട് മുസ്ലിമീങ്ങളിൽ ആത്മഹത്യയില്ല, വൃദ്ധസദനങ്ങൾ വളരെ കുറവാണ്. ഇത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. ഒന്നുകൂടി മൊഴിഞ്ഞുകൊള്ളട്ടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, 1.5 മിനിറ്റ് കൂടി ഞാൻ എടുത്തുകൊള്ളട്ടെ. മുസ്ലിമീങ്ങളെ, നമുക്ക് ഖുർആനുമായുള്ള ബന്ധം എന്താണ്? സിനിമാ കഥകൾ വായിക്കുന്നു, വനിത വായിക്കുന്നു, എല്ലാ പ്രസ്ഥാനക്കാരുടെയും പത്രം ഡെയിലി വരുത്തുന്നു. 5 മണിക്ക് പത്രവുമായി നമ്മൾ പോകുന്നു അല്ലേ? എന്റെ പ്രിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരാ, എന്റെ പ്രിയപ്പെട്ട പത്രം നടത്തുന്ന ചന്ദ്രിക പത്രത്തിന്റെ ആളുകളെ, അനവധി പത്രം നടത്തുന്നവരെ, രാവ് ഫുൾ ടൈം പത്രത്തിന് വേണ്ടി, അന്യനെ പറയുന്നതിന് വേണ്ടി എഴുതുന്ന പത്രകോളങ്ങളിൽ 16 പേജുകൾ വെച്ച് ലക്ഷോപലക്ഷം അക്ഷരങ്ങൾ വായിക്കുന്നവരെ, ഈ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ? മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അതെ സുഹൃത്തുക്കളെ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ. 62-ാം അധ്യായം 6-ാമത്തെ വചനം. ഖുർആനിൽ എന്താ ഉള്ളത്? നല്ല ഭാര്യയാകാൻ, നല്ല ഭർത്താവാകാൻ, നല്ല മകനാകാൻ, നല്ല യുവാവാകാൻ. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലൻ യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിരോധിക്കുന്നില്ല നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ വീട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കാത്ത ആളുകളോട് അല്ലാഹു നിരോധിക്കുന്നില്ല. അവരോട് മൈത്രി ബന്ധം പുലർത്തണം, അവരോട് പുണ്യം ചെയ്യണം. അങ്ങനെ തുടങ്ങി ഏതേത് ബന്ധങ്ങളും. വിശുദ്ധ ഖുർആൻ പഠിക്കാത്ത മുസ്ലിമേ, ഖുർആൻ പഠിക്കാത്തവൻ അന്ധനായി പരലോകത്ത് വരും, കണ്ണ് കാണാത്തവനായി പരലോകത്ത് വരും. ഇതല്ല പറഞ്ഞതാണ്. ഈ ഉമ്മത്ത് ഖുർആനിനെ അകന്നകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം 30. കുപ്പിപ്പാട്ട് പാടിയില്ലെന്നല്ല, 313 ഓതിയില്ലെന്നല്ല, ഖുതുബിയത്ത് നടത്തിയില്ലെന്നല്ല, മൊയ്തീമാല പാടിയില്ലെന്നല്ല, മങ്കൂസീനടികൾ ഉച്ചരിച്ചില്ലെന്നല്ല. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആൻ പഠിക്കാൻ തയ്യാറുണ്ടോ? എളുപ്പമാക്കിയിരിക്കുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായ ആരുണ്ട്? സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്കിതാ ഭീമമായ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ തലയിൽ വന്നു ചേർന്നത്.
41,000 വീടുകൾ കയറുമ്പോഴും ഇനിയുമുണ്ട് ലക്ഷോപലക്ഷം വീടുകൾ, ദേവത്തെത്താത്ത വീടുകൾ. അവിടെ കയറി ചെല്ലണമെങ്കിൽ CD വേണം, അവിടെ കയറി ചെല്ലണമെങ്കിൽ പുസ്തകം വേണം, അവിടെ കയറി ചെല്ലണമെങ്കിൽ വാഹനത്തിൽ ജനങ്ങൾ വരണം, അവിടെ കയറി ചെല്ലണമെങ്കിൽ അവർക്ക് ക്യാമ്പുണ്ടാകണമെങ്കിൽ അവർക്കിരിക്കാൻ പന്തല് വേണം, പന്തലുണ്ടാകണമെങ്കിൽ സമ്പത്തുണ്ടാകണം, അവർക്ക് ഭക്ഷണം ഉണ്ടാകണം. ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വന്നിട്ടുണ്ട് ഈ സംരംഭത്തിന്. നിങ്ങൾക്കറിയുമോ എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്ത് നൽകി എന്നത് ഗൗരവമായ കാര്യമാണ്. നിങ്ങളുടെ മുമ്പിലൂടെ വരുന്ന പെട്ടിയിൽ 10 രൂപയിട്ടാൽ ഞങ്ങളറിയില്ല, 100 രൂപയിട്ടാൽ ഞങ്ങളറിയില്ല. പക്ഷേ അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹ് കാണുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുകയും സ്വത്തുകൊണ്ടും സമ്പത്തുകൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപെടുകയും ചെയ്യുക. ഞാൻ ഒരാളോട് പറഞ്ഞു, ഇവിടെ സ്റ്റേജിനും സൗണ്ട് സിസ്റ്റത്തിനും 1.25 വേണം. ശരി, ഞാൻ പാസാക്കിയിരിക്കുന്നു. ഭക്ഷണത്തിന് 80,000 വേണം, പാസാക്കിയിരിക്കുന്നു. എന്തേ കാരണം? പണക്കാരെല്ലാവർ അവർ ദാരിദ്ര്യമുള്ളവരുമല്ല, രണ്ടിന്റെയും ഇടയിലുള്ളവർ. പക്ഷേ അവരൊരു ഖുർആനിക വചനം പഠിച്ചു. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. സഹോദരിമാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, സഹോദരന്മാരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ആഭരണങ്ങൾ ഊരിക്കൊടുക്കാം, സ്വർണങ്ങൾ കൊടുക്കാം. അതെന്തിനു വേണ്ടിയാണ്? ദുനിയാവിലെ പണ്ഡിതന്റെ വീടുണ്ടാക്കാനല്ല, അവർക്ക് ആർഭാടപരമായി ജീവിക്കാനല്ല, ലാൻഡ് ക്രൂയിസറിൽ സഞ്ചരിക്കാനല്ല, GMCയിൽ സഞ്ചരിക്കാനല്ല. 1000 മനുഷ്യർക്ക്, നരകത്തിലേക്ക് നെടുന്നെടുക്കുന്ന മനുഷ്യരെ സ്വർഗത്തിന്റെ വഴിത്താരകളിലേക്ക് കൊണ്ടുവരാനുള്ള ഈ മഹാപ്രയത്നം അല്ലാഹുവേ നീ അറിയുന്നുണ്ട്, അല്ലാഹുവേ നീ കാണുന്നുണ്ട്, അല്ലാഹുവേ എല്ലാവരെയും നീ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലാഹുവേ അക്രമികൾ ആര് എന്ന് നീ അറിയുന്നുണ്ട്. അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ലല്ല ഇദഹ്തദൈതും. വഴിപിഴച്ചവരാര്? അവർക്ക് നിങ്ങളെ ഹിദായത്തിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ഇവിടെ പങ്കെടുത്തവരെ, യുവാക്കളെ, ജനങ്ങളെ, നാളെ നാട്ടിലേക്ക് പോകണം. പെട്ടി മടക്കി വെക്കാനല്ല, CD മാറ്റിയിടാനല്ല, അതുമായി അടുത്ത വീട്ടിൽ കയറാൻ ആവേശം കൊണ്ട് ചെന്ന് അവിടെ ജനങ്ങൾക്ക് ദീനെത്തിച്ചു കൊടുക്കാൻ അതിന് സാധ്യമാകുമാറാകട്ടെ. അല്പസമയം കൂടിപ്പോയി എന്നറിഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഈ പ്രസംഗത്തിന്റെയും വരുന്ന പ്രസംഗങ്ങളുടെയും ആകത്തുക എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി ഞാൻ വ്യഭിചരിക്കില്ല, ഇനി ഞാൻ ഹറാമ് ചെയ്യില്ല, ഇനി ഞാൻ തോന്നിയാസം ചെയ്യില്ല, ഇനി ഞാൻ ഖുർആൻ വായിക്കും, ഓരോ പ്രഭാതത്തിലും ഞാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം വായിക്കും, ഞാൻ റസൂലിന്റെ വചനം പഠിക്കും, ഞാൻ ദീന് പഠിക്കും, ഞാൻ പരിഭാഷ വാങ്ങും, ഞാൻ ഹദീസ് ഗ്രന്ഥം വാങ്ങും, ഞാൻ CD വാങ്ങും, എന്റെ TV ഓണാകും അത് ഖുർആൻ കേൾക്കാൻ, എന്റെ TV ഓണാകും അത് പ്രസംഗം കേൾക്കാൻ. എന്റെ പുസ്തക ലൈബ്രറിയിൽ ഇനി വനിത ഉണ്ടാവില്ല, മാപ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവില്ല. എനിക്ക് മരിച്ചു പോണം, ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടും. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ